ഞാൻ ജോഷി ഈ സോയിൽ എക്കോന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടം കബനി തീരത്താണ്, വയനാട്ടിൽ കബനി തീരത്താണ്. ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു സ്ഥലമുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഒരു 10,000 പെട്ടി തേനീച്ച, എന്നാൽ ചെറുതേനീച്ചനെ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാടാണ്. കാരണം ഒരു തേനീച്ച 200 ഏക്കർ സ്ഥലത്ത് നിന്നും തേൻ ശേഖരിക്കും. ഈ കാട്ടിലെന്ന് പറഞ്ഞാൽ ധാരാളം പൂമരങ്ങളുണ്ട്, എല്ലാ കാലങ്ങളിലും പൂക്കുന്ന പൂമരങ്ങളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്. ഇതാണ് ഈ തേൻ്റെ പ്രത്യേകത, ഈ ചെറുതേൻ്റെ പ്രത്യേകത. ഇതിൽ നിന്നും കളക്ട് ചെയ്യുന്ന. അപ്പം ഇത്ര വലിയൊരു സാധ്യതയായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ കാണുന്നത്. ഈ 10,000 പെട്ടി പ്രോജക്റ്റിൽ നമ്മളിപ്പം ഒരു 1800 പെട്ടി യൂണിറ്റായിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ പ്രോജക്റ്റിൽ നിങ്ങളുടെ പങ്കാളിത്തമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു നല്ലൊരു പ്രോജക്റ്റായിട്ട്, കാരണം ഈ 4 ഏക്കർ ഒരു നല്ലൊരു നാച്ചുറൽ ഫാം, വെൽ ഡിസൈൻഡ് ആയ ഒരു നാച്ചുറൽ ഫാം ആയിട്ട് മാറ്റണം. വ്യത്യസ്തമായ ക്രോപ്പുകൾ, ഏലം, കാപ്പി, കുരുമുളക്, അങ്ങനെ വ്യത്യസ്തമായ വിളകളുള്ള ഒരു നാച്ചുറൽ ഫാം ആയിട്ട് മാറ്റണം. അതേപോലെ തന്നെ ഈ ഒരു തേൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന തേന്, ഇപ്പോൾ കാട്ടുതേൻ എന്ന് പറയുന്ന തേന്, കാട്ടുതേനാണ്, നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് തേനെടുത്ത് കൊണ്ടുപോകാം. അത് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ഒറിജിനൽ കാട്ടിലെ ചെറുതേനാണെന്ന്. പക്ഷെ അത് പുറമേ നിന്ന് വാങ്ങുന്ന ഒരു തേനിന് അങ്ങനെ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു വകുപ്പുമില്ല. അവർ പറയുന്നു നിങ്ങൾ വാങ്ങുന്നു, പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ തന്നെ ഉറപ്പിക്കും. നിങ്ങൾക്ക് വന്ന് ഇവിടെ താമസിച്ച് തേനെടുത്ത് കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു വൈവിധ്യമുള്ളൊരു തോട്ടം നിങ്ങൾക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യോൽപാദനം, കാരണം നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യോൽപാദനം നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. ഈ 4 ഏക്കറിൽ നമ്മൾ പഴങ്ങൾ, പച്ചക്കറികളെല്ലാം ഉൽപ്പാദിപ്പിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ലൈഫ് ലോങ് ആണ് ഇത് ലഭ്യമാക്കുന്നത്. എല്ലാ വർഷവും നിങ്ങൾക്ക് വന്നിട്ട് ഇത് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമില്ല, കാരണം നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. ഇതിൽ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു പങ്കാളിത്തമാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ക്രൗഡ് ഫണ്ടിങ് എന്ന രീതിയിലേക്ക്, അങ്ങനെ നമ്മൾ യൂണിറ്റ് സെല് ചെയ്തുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു പങ്കാളിത്തമാണ് ഇതിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 30 കോട്ടേജ് നമ്മൾ ഉണ്ടാക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 60 ദിവസമാണ് തേൻ എടുക്കുന്ന സമയം. ഒരു പെട്ടി സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് ലൈഫ് ലോങ് ഒരു ദിവസം വന്ന്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു ദിവസം വന്ന് അവരുടെ പെട്ടിയിൽ നിന്ന് തേൻ കളക്ട് ചെയ്യാം. ഇത്രയും ഗുണമുള്ള ഒരു തേൻ നിങ്ങൾക്ക് ലൈഫ് ലോങ് ലഭ്യമാവുകയും ചെയ്യും. പ്ലസ് വർഷത്തിലൊരിക്കൽ ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ഒരാൾക്ക് വന്നിട്ട് ഒരു കോട്ടേജിൽ താമസിക്കുകയും ചെയ്യാം. 10,000 രൂപയാണ് ഒരു പെട്ടി നമ്മൾ ഒരു യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് കാണുന്നത്. താങ്ക് യു.